my dear students. Today we are starting our new class, revision class, second chapter Geography, Climatic Regions and Climate Change. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ്. ഞാൻ ആ ചാപ്റ്ററിൽ നിന്നും 3 ക്വസ്റ്റ്യനാണ് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രോബബിളായിട്ടുള്ള 3 ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് വരും എന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ഒന്നാമത്തത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ്, മേജർ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ഇൻ ദ വേൾഡ്. അപ്പോൾ 8 ക്ലൈമാറ്റിക് റീജിയൻസ് ആണുള്ളത്. അതിൻ്റെ പേരെഴുതിയിട്ട് എക്സ്പ്ലെയിൻ എനി 1, എനി 2 അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ എക്സ്പ്ലെയിൻ എനി 1, 2 അതാണ് ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ആ 8 മേജർ ക്ലൈമാറ്റിക് റീജിയൻസിൽ നിന്നും 3 ചോദിച്ചാൽ, അല്ലെങ്കിൽ 3 പറ്റി ക്വസ്റ്റ്യൻ വന്നാൽ അത് ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് വൺ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ അത് ഒന്നാമത്തതായിട്ട് നമുക്ക് എടുക്കാം. ഈ മേജർ ക്ലൈമാറ്റിക് റീജിയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. രണ്ടാമത് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ, മെഡിറ്ററേനിയൻ. മൂന്നാമതായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് സാവന്ന. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ, സാവന്ന. ഇത് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ അതാണ് ആ ഭാഗത്തു നിന്നുള്ള 2 ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, ഹോട്ട് ഡെസേർട്സിനെ സംബന്ധിച്ച് ആ ഡെസേർട്സിൻ്റെ പേരുമൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോണം. മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ 1 വേർഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനായിട്ട് ഈ ഡെസേർട്സിൻ്റെ പേരും മറ്റും കാര്യങ്ങളും നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് ഏത് കോണ്ടിനെൻ്റ് ആണെന്ന് കൂടി ഒന്ന് പഠിച്ചു വെക്കുക. സഹാറ ആഫ്രിക്ക, അറേബ്യൻ ഡെസേർട്ട് അത് മിഡിൽ ഈസ്റ്റിലാണ്, കലഹാരി ഡെസേർട്ട് സൗത്ത് അമേരിക്ക, നോട്ട് സൗത്ത് അമേരിക്ക, കലഹാരി ഡെസേർട്ട് സൗത്ത് ആഫ്രിക്ക, ദെൻ അറ്റക്കാമ ഡെസേർട്ട് സൗത്ത് അമേരിക്ക, അറ്റക്കാമ ഡെസേർട്ടാണ് സൗത്ത് അമേരിക്ക, ദെൻ ഗ്രേറ്റ് വിക്ടോറിയ ഡെസേർട്ട് ഓസ്ട്രേലിയ. അപ്പോൾ ഈ ഡെസേർട്ടുകളും അതിൻ്റെ കോണ്ടിനെൻസും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ഇമ്പോർട്ടൻ്റ് ആണ്, സാവന്ന ക്ലൈമാറ്റിക് റീജിയനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഭാഗത്ത് എല്ലാവരും പഠിക്കുക. അടുത്ത റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. നന്നായിട്ട് റിവൈസ് ചെയ്യുക. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.